Okay, anyway, in the last class we were discussed about transistor, basics of transistor. അപ്പം ട്രാൻസിസ്റ്റർ എന്താണ്, എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നത്? ട്രാൻസ്ഫർ പ്ലസ് റെസിസ്റ്റർ, ആ രണ്ട് പേരുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് തന്നെ വന്നത്. ദെൻ അതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നോക്കിയത്. അപ്പം സാധാരണ ഒരു ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തത് അത് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്ത് തന്നെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ആയിട്ടാണ് നമ്മൾ സാധാരണ വയ്ക്കാറ്. പിന്നെ അതിൻ്റെ ഇൻ്റേണൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. കുറച്ച് PN ജംഗ്ഷൻ, രണ്ട് PN ജംഗ്ഷനുകൾ ചേരുമ്പം അതിനകത്ത് എമിറ്ററിൽ നിന്ന് എങ്ങനെയാണ് ബേസിലേക്കും കളക്ടറിലേക്കും മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ഫ്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളായിരുന്നു, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയായിരുന്നത്. ഓക്കെ, ഫൈൻ. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് ട്രാൻസിസ്റ്റർ വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. മഹാദേവൻ അത് ക്ലിയർ ആയായിരുന്നോ കാര്യങ്ങൾ? ഓക്കെ ഓക്കെ. ഇനി ട്രാൻസിസ്റ്റർ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതിൻ്റെ കോൺഫിഗറേഷൻസ് 3 ടൈപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മളിതൊക്കെ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. കോൺഫിഗറേഷൻ അതിനകത്ത് നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ബയാസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് 3 ടെർമിനലായിട്ടുള്ള ഡിവൈസ് ആയ കാരണം നമുക്കൊരു ടെർമിനൽ കോമൺ ആയിട്ട് വെക്കേണ്ടതായിട്ട് വരും. ഇതർ നമുക്ക് ബേസ് കോമൺ ആയിട്ട് വയ്ക്കും, അല്ലെങ്കിൽ എമിറ്റർ കോമൺ ആയിട്ട് വയ്ക്കും, അല്ലെങ്കിൽ കളക്ടർ കോമൺ ആയിട്ട് വയ്ക്കും. ഏതെങ്കിലും ഒരു ടെർമിനൽ കോമൺ ആയിട്ട് വയ്ക്കും. അതായത് കോമൺ ആയിട്ട് വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി 2 ടെർമിനലുമാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. അപ്പം കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ബേസ് ഷുഡ് ബി കോമൺ. ദാറ്റ് മീൻസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്, അതായിരിക്കും ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്, ആംപ്ലിഫിക്കേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കാറ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ലിറ്റർ നോക്കും. ദെൻ വി ക്യാൻ ഹാവ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, കളക്ടർ കോൺഫിഗറേഷൻ ഇതിനെ നമ്മൾ സാധാരണ CB എന്നാണ് പറയുന്നത്. കോമൺ ബേസിനെ, കോമൺ എമിറ്ററിനെ CE എന്നാണ് പറയാറ്. കോമൺ കളക്ടറിനെ CC കോൺഫിഗറേഷൻ എന്നാണ് പറയാറ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ നോക്കാം. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ CB configuration, this is our transistor. You know that this is N, this is P, N. This is the NPN transistor, and this is emitter, and this is base, and this is collector. Okay, so emitter base junction should be forward bias and collector base junction should be reverse bias. ഓക്കെ, ഞാനിതൊക്കെ ആക്റ്റീവ് റീജിയനിലാക്കി വെക്കുന്ന ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാൻ N റീജിയനിൽ ഒരു നെഗറ്റീവ് കൊടുക്കണം, P റീജിയനിൽ ഒരു പോസിറ്റീവ് കൊടുക്കണം. So the battery should be connected like this, and the collector base junction should be reverse bias. So N-ൽ ഒരു പോസിറ്റീവ് കൊടുക്കണം, P-ൽ നെഗറ്റീവ് കൊടുക്കണം. So it will be like this. So this is known as common base configuration. Why it is known as common base? Here base is common to both input and output. Okay. Fine. So here I am applying my input സിഗ്നലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബയാസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്
എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുന്ന റീജിയനിലാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷൻ ബോത്ത് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അത് സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. ദെൻ എമിറ്റർ ബേസും കളക്ടർ ബേസും രണ്ട് റിവേഴ്സ് ബയാസിലാണെങ്കിൽ അത് കട്ട് ഓഫ് റീജിയനിലായിരിക്കും. അപ്പോൾ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഡെലിബറേറ്റ്ലി ഫോർവേഡ് ബയാസ് ആക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ ഡെലിബറേറ്റ്ലി റിവേഴ്സ് ബയാസ് ആക്കണം. അങ്ങനെ ആക്കിയാൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ. ട്രാൻസിസ്റ്റർ വെന്നെവർ ആക്റ്റീവ് റീജിയനിലാവുമ്പോൾ മാത്രമാണ് ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ടൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ ഇതെന്ന് പറയുന്നത് ബയാസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്രയാണ് നമ്മൾ ബയാസിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. ഈ സെല്ലുകളൊക്കെ കൊടുക്കുന്നത് ബയാസിങ്ങിന് വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് ഫോർ ബയാസിങ്. ബയാസിങ് എന്തിനായിരുന്നു? ആക്റ്റീവ് റീജിയനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്റ്റീവ് ടു മേക്ക് ദി ട്രാൻസിസ്റ്റർ ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അറിയാം, ഇതിൻ്റെ ഡയറക്ഷൻ അറിയാം. ദിസ് ഈസ് എമിറ്റർ കറൻറ്റ് and this is base current, this is collector current. Okay, and നമ്മളൊരു ബ്രാഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം IC എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു ജംഗ്ഷനായി ട്രാൻസിസ്റ്റർ ജംഗ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടാണ് IC കറണ്ടും IB കറണ്ടും, ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടാണ് IE കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ലൈക്ക് this emitter current should be the sum of IC plus IB. This is true for in all transistor, all biasing conditionilum this should be same. Okay, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനൊരു 100 ഇലക്ട്രോൺസിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. 100 ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്ററിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് 3 ഇലക്ട്രോൺസ് മാത്രമാണ് റീകമ്പൈൻ ചെയ്ത് ബേസ് റീജിയനിലേക്ക് പോവുള്ളൂ. 3 ഇലക്ട്രോൺസ് ബേസ് റീജിയനിലേക്ക് പോയി. ബാക്കി 97 ഇലക്ട്രോൺസും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. 97 ഇലക്ട്രോൺസും കളക്ടർ റീജിയനിലേക്കാണ് പോയത്. ഓക്കെ, സോ ഇത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. So the current flow in opposite direction, so the IE direction should be in this direction, IB is in this direction and IC is in this direction. From that we can know that IE is equal to IC plus IB. Okay, അപ്പം ഇത് എല്ലാ ട്രാൻസിസ്റ്ററിനും IE is the emitter current should be the sum of collector current and base current. Okay, here we know that this is input and this is output. ഇത് ഇൻപുട്ട് റീജിയൻ ആണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ആണ് ഔട്ട്പുട്ട് റീജിയൻ. സോ emitter base junction is the input region, EB is the input region and collector base is the output region. So what is the input current? Input current is nothing but the emitter current. Here the input current is equal to എമിറ്റർ കറണ്ട്. കാരണം ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ എമിറ്റർ കറണ്ടിനെയാണ് വേരി ചെയ്യുന്നത്, ഐനെയാണ് വേരി ചെയ്യുക. ആൻഡ് കളക്ടർ കറണ്ട് ഈസ് IC. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് മനസ്സിലായി. ഇൻപുട്ട് കറണ്ട് തന്നെ ഔട്ട്പുട്ട് കറണ്ട് തന്നെയാണെന്ന് മനസ്സിലായി. സോ ഈ കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് current gain in common base configuration is alpha എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. Alpha is nothing but output current versus input current, that is output current by input current. Okay, and also we know that IE എന്ന് പറയുന്നത് എന്താണ്? IE is equal to IC plus IB ആണ്. IE is nothing but IC plus IB. So IC plus IB ആണ്. So this is alpha. And ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ബേസ് റീജിയനിൽ ഞാൻ ഇവിടെ ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ബേസ് റീജിയൻ വെരി ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനാണ്, വളരെ സ്മോൾ ആയിട്ടുള്ള റീജിയനാണ്, വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയ കാരണം ഉള്ളി 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇവിടെ റീകമ്പൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് ബേസ് റീജിയനിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി 97 ഇലക്ട്രോൺസും കളക്ടർ റീജിയനിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനിലും IB നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. IB ഈസ് very small compared to IC and IE, so we can neglect IB, so IC is approximately IE ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. So what is IC by IC എന്ന് തന്നെ ഓൾമോസ്റ്റ് കിട്ടും, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 തന്നെയായിരിക്കും, ബട്ട് ലെസ് ദാൻ 1 ആയിരിക്കും. IC പ്ലസ് IB ആയാണ് ലെസ് ദാൻ 1 ആയിരിക്കും, ബട്ട് അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. ഇറ്റ്സ് ടിപ്പിക്കൽ വാല്യൂ, ആൽഫയുടെ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.98, 0.99 അങ്ങനെയൊക്കെ ആയിരിക്കും. 0.99 അങ്ങനത്തെയൊക്കെ വാല്യൂ ആയിരിക്കും. 1നോട് വളരെ അടുത്തായിരിക്കും, പക്ഷേ 1നേക്കാളും കുറവായിരിക്കും. ഓക്കെ, പ്രാക്ടിക്കൽ കണ്ടീഷനിൽ ആൽഫ ലെസ് ദാൻ. അപ്പോൾ കറണ്ട് ഗെയിൻ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ ലെസ് ദാൻ 1 ആണ്, ബട്ട് ദർ വിൽ ബി എ വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും നമുക്ക് ഇടാൻ പറ്റുന്നത്. ബേസ് ഇൻപുട്ട് റീജിയനിൽ റെസിസ്റ്റൻസ് വളരെ കുറവും, ഔട്ട്പുട്ട് റീജിയനിൽ നമ്മൾ റെസിസ്റ്റൻസ് വളരെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് വോൾട്ടേജ് ഗെയിൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻപുട്ട് റീജിയനിൽ ഒരു 1K ആണ് എടുക്കുന്നത്, 1K ആണ് ഇടുന്നത്, ഔട്ട്പുട്ട് റീജിയനിൽ ഒരു 100K ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ കറണ്ട് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനേക്കാൾ 100 ടൈംസ് കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് വോൾട്ടേജ് ഗെയിൻ കിട്ടും, ബട്ട് കറണ്ട് ഗെയിൻ വിൽ ബി വെരി മച്ച് ലെസർ ദാൻ 1. ഓക്കെ, ലെസർ ദാൻ 1 ആയിരിക്കും എൻ്റെ കേസിൽ. ഓക്കെ, സോ ഫ്രം ദാറ്റ് ദിസ് alpha value is equal to, you can say that IC by IE. Okay, this is about common base configuration. Okay, hope this is clear. What is common base configuration? Common base configuration ലുള്ള കറണ്ട് ഗെയിൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും, ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് 1 ആയിരിക്കും, ബട്ട് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, then we can have common emitter configuration. Emitter configuration, generally known as CE configuration, common emitter configuration. In common emitter configuration, emitter should be common ആയിരിക്കും with input and output. എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യുക? സോ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ്, ട്രാൻസിസ്റ്റർ തിരിച്ചു വയ്ക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ emitter is common to both input and output. Okay, so we know that this is P, this is N, this is N, and this is emitter, and this is base, and this is collector. Nothing but this is collector. So the emitter base junction forward bias ആകണം. അതിനു വേണ്ടിയിട്ട് P regionിൽ പോസിറ്റീവ് കൊടുക്കണം, N regionിൽ നെഗറ്റീവ് കൊടുക്കണം, and this collector base junction should be reverse bias. So how to make the collector base junction reverse bias? N regionിൽ ഒരു ഹൈ പോസിറ്റീവ് കൊടുക്കും. So this will be in reverse bias. Okay, so we know that here the input current is IB. IB is the input current, and it is flowing in this direction, IB, and IC is flowing in this direction, and IE is flowing in this direction, and this is in common emitter configuration also. This IE is a sum of IC plus IB. പറഞ്ഞു. നമ്മൾ PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും ഉണ്ട്. ഈ NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. അതിൻ്റെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പം N റീജിയൻ എമിറ്റർ റീജിയനിലും അതിൻ്റെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. കളക്ടർ റീജിയനിലും മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാം ഇലക്ട്രോൺസ് നമ്മൾ ഏത് സെമി കണ്ടക്ടർ ഡിവൈസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും
എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ടൈപ്പാണ് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്നുണ്ടെങ്കിൽ, മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആണല്ലോ അതിനകത്ത് മേജർ കറണ്ട് ഫ്ലോയിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹോൾസിൻ്റെ വെലോസിറ്റിനേക്കാളും കൂടുതലാണ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഓരോ എൻ ടൈപ്പ് മെറ്റീരിയൽ വെച്ച് ഡോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു അരവിന്ദ് ഓർക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, നമ്മൾ ഓരോ ഡോപ്പിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് എൻ ടൈപ്പ് മെറ്റീരിയൽ കൊടുക്കുന്നത്. അത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ്, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് പി ടൈപ്പ് മെറ്റീരിയൽ ആക്കുമ്പോൾ ഇപ്പോൾ ബോറോൺ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് പി ടൈപ്പ് മെറ്റീരിയൽ കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾ അല്ലെങ്കിൽ ഡിസയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് വാലൻസ് ബാൻഡിൽ ഒരു കുറവാണ്, ഇലക്ട്രോൺസിൻ്റെ കുറവാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മളൊരു ഇലക്ട്രോൺസിൻ്റെ കുറവിനെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കറണ്ട്, പി ടൈപ്പ് മെറ്റീരിയലിലെ കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് മൂലം തന്നെയാണ് ഉണ്ടാകുന്നത്. ബട്ട് ഇൻഡയറക്റ്റ്ലി നമ്മൾ പറയുമ്പം അതിനകത്ത് വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി, അതായത് ഒരു ഹോളായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമ്മൾ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഹോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കണ്ടക്ഷൻ ബാൻഡുണ്ട്, വാലൻസ് ബാൻഡുണ്ട്. ഓക്കെ, ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോൺസ് ദിസ് ഈസ് CB. സോ നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിങ്ങോട്ടേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ബട്ട് വാലൻസ് ബാൻഡിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ഹോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഹോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഹോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിയർ ബൈ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഹോൾ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ അപ്പോൾ ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഹോൾ മൂവ് ചെയ്യുന്നത്. അതായത് അത് വാലൻസ് ബാൻഡിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സിലിക്കൺ ഉണ്ട്, അതിനകത്തൊരു ഹോളുണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ നൈബറിങ് ആറ്റമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സിലിക്കൺ ആറ്റം ഉണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് സിലിക്കൺ ആറ്റത്തിൽ നിന്ന് ഉള്ള ആ ഇലക്ട്രോണിൽ നിന്നാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് മൂവ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് ഒരു ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. കാരണം ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് വാലൻസ് ബാൻഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ. ബട്ട് എൻ ടൈപ്പ് മെറ്റീരിയൽ ഇലക്ട്രോൺസ് ആയ കാരണം, ഫ്രീ ഇലക്ട്രോൺസ് ആയ കാരണം ഓരോ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൊടുക്കുന്ന കാരണം അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് പി ടൈപ്പ് മെറ്റീരിയലിന് ബോറോൺ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്ന കാരണം നമുക്കൊരു ഹോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് ഫ്രീ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ബട്ട് ഈ ഹോളിന് എന്ന് പറയുന്നത് അതിൻ്റെ നിയർ ബൈ ഇലക്ട്രോൺസിന് മാത്രമാണ് അതിന് അവിടെ വന്നിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിന് ഹോൾ മൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് കാരണം പി ടൈപ്പ് മെറ്റീരിയലിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, അതായത് ഹോളിൻ്റെ വെലോസിറ്റി എന്ന് ആക്ച്വലി ഹോൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ്. ബട്ട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അത് കാരണം എന്താണ്, നമുക്ക് സ്വിച്ചിങ് ആപ്ലിക്കേഷനോ അതുപോലത്തെ വേറെ വല്ല ആംപ്ലിഫിക്കേഷൻ ആപ്ലിക്കേഷന് അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറച്ച് ലാഗ് ചെയ്യും പി ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഹൈ സ്പീഡ് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹൈ സ്പീഡ് ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് അതിൻ്റെ വെലോസിറ്റി കുറവായ കാരണം അത് അത്രമാത്രം ഇപ്പോഴൊക്കെ നമുക്കറിയാം എല്ലാം ഭയങ്കര സ്വിച്ചിങ് സ്പീഡും വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന മെഷീൻസൊക്കെ ആയിരിക്കണം എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എൻ ടൈപ്പ് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മളൊരു
നമ്മളൊരു ട്രാൻസിസ്റ്റർ എടുത്താൽ NPN ട്രാൻസിസ്റ്റർ എടുക്കും, നമ്മൾ ഒരു FET എടുത്തു കഴിഞ്ഞാൽ N ചാനൽ FET എടുക്കും, മോസ്ഫെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ N ചാനൽ മോസ്ഫെറ്റുകൾ, N ടൈപ്പ് മോസ്ഫെറ്റുകളായിരിക്കും നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, N ടൈപ്പ് ആണെങ്കിൽ അത് ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു ഹോളിൻ്റെ വെലോസിറ്റീനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? ആ ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ ഫൈൻ. നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഫ്ലോയിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇതിനകത്ത് ഈ കേസിനകത്തും ഇപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിലും IC + IB എന്ന് തന്നെ കിട്ടും നമുക്ക്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് IB ആണ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്. IB input current is IB. Here the output current is IC. Here the common emitter current gain എന്ന് പറയുന്നത്, that is common emitter എന്ന് പറയുന്നത് CE. Current gain is normally represented as beta. കോമൺ ബേസിനെ നമ്മൾ ആൽഫ എന്നായിരുന്നു റെപ്രസെൻറ്റ് ചെയ്ത്, കോമൺ എമിറ്ററിനെ ബീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് IC/IB ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. ഈസ് നോർമലി ബീറ്റ വാല്യൂ ഈസ് ലെസ് 50-നേക്കാളും കൂടുതലായിട്ടൊരു വാല്യൂ ആയിരിക്കും ബീറ്റ. കാരണം എന്താണ്, നമുക്കറിയാം സാധാരണ IE IC + IB ആണ്. വേറെ IB ഈസ് വെരി സ്മോളും ആണെന്ന് നമുക്കറിയാം. IB ഈസ് സ്മോൾ ആണെന്ന് അറിയാം. ബട്ട് IC വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. ഇൻ പ്രാക്ടിക്കൽ കേസിൽ IB ഇൻ മൈക്രോ ആംബിയറിലായിരിക്കും പറയുക, IC ഒക്കെ മില്ലി ആംബിയറിലായിരിക്കും പറയുക. അപ്പം മില്ലി ആംബിയറിൽ പറയുമ്പോൾ നമുക്കറിയാം അതൊരു 100 times ഒക്കെ കൂടുതലായിരിക്കും അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്, കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടിനേക്കാളും. സോ ബീറ്റ വാല്യൂ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറായിരിക്കും. കോമൺ എമിറ്ററിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ വളരെ കൂടുതലായ കാരണം ഇപ്പം കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആയിരുന്നു. അതായത് കറണ്ട് ഗെയിൻ ഇല്ല, ബട്ട് ദർ വിൽ ബി എ വോൾട്ടേജ് ഗെയിൻ. ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് കറണ്ട് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ വരുമ്പോൾ കറണ്ടോടെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരവസ്ഥയിൽ, ഇൻപുട്ടിൽ നമുക്ക് കറണ്ടോടെ ആംപ്ലിഫൈ ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷനാണ് ഉപയോഗിക്കുന്നത്, IC+IB. ആൻഡ് ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എന്താണ് ആൽഫ എന്താണ് ബീറ്റ എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സംടൈംസ് പ്രോബ്ലം ചെയ്യിക്കുന്ന ആൽഫ തന്നിട്ട് ബീറ്റ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുക. സോ ദർ വിൽ ബി എ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. Okay, we know that IE is IC + IB, that is the transistor equation, and I just divide the equation 1. Equation 1 is divided by IC. What I will get? IE by IC, IC by IC, IB by IC. Okay. And also I know that one more thing. What is beta? Beta is IC by IB. Beta is IC by IB. And alpha is nothing but IC by IE. Okay. So what is this? IE by IC, that means 1 by alpha. IC by IC is 1. IB by IC is 1 by beta. Okay.
So from that we know that alpha is nothing but beta by 1 plus beta. And ഞാൻ ആദ്യമേ പറഞ്ഞു ആൽഫയുടെ വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ഇറ്റ്സ് കമ്പയർ ടു 1. ബീറ്റയുടെ വാല്യൂ 15നേക്കാളും വലുതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ആയിട്ട് എടുക്കുകയാണെന്ന് കരുതുക. ബീറ്റയുടെ വാല്യൂ 100 ആയിട്ട് എടുക്കുകയെന്ന് നോക്കുക. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 101 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 or less than 1. That is 0.99 something like value. So alpha തന്നിട്ട് ബീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ so this is very easily we can be find out from this equation. Okay, so by that we can also find out beta. What is beta in terms of alpha? So I can say that from this equation beta is nothing but alpha plus alpha beta, isn't it? അല്ല, നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാൻസിസ്റ്റർ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ട്രാൻസിസ്റ്ററിൻ്റെ ആൽഫ വാല്യൂ എന്താണ്, ബീറ്റ വാല്യൂ എന്താണെന്ന് നേരത്തെ തന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് കോൺഫിഗറേഷനിലാണ് ഉപയോഗിക്കുന്നത് ആ ട്രാൻസിസ്റ്റർ. ബട്ട് അതിൻ്റെ ആൽഫ വാല്യൂ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബീറ്റ വാല്യൂ. സംടൈം നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബീറ്റ വാല്യൂ ചിലപ്പോൾ പറയും 101 150 ആണ് അതിൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയും. ദെൻ അതിൽ നിന്ന് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ എന്താണ് കറണ്ട് ഗെയിൻ, അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എന്താണ് കറണ്ട് ഗെയിൻ എന്ന് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ let I think I just put alpha here, that is minus alpha is equal to alpha beta minus beta and I am put minus beta. If I take minus beta, okay, then we will get alpha 1 minus alpha. Okay, if alpha value is 0.99, let alpha value 0.9 ആണെങ്കിൽ let if alpha value is 0.99 1 minus 0.99 that is 0.01. If 0.01 is multiplied made like 100, so we will get 99 as beta. Okay, so these two relations are very important. സംടൈംസ് പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ, അല്ലെങ്കിൽ ആൽഫ വന്നിട്ട് ബീറ്റ കണ്ടുപിടിക്കാനും. ബീറ്റ എപ്പോഴും കുട്ടികൾ കാണുന്നതാണ്, ഇത് രണ്ടും തിരിഞ്ഞു പോകുന്നത്. ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് എഴുതുന്നതിന് പകരം ഇപ്പം ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. ആൽഫയുടെ വാല്യൂ ഇസ് ഓൾവേസ് 1 അപ്രോക്സിമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം ബീറ്റയുടെ വാല്യൂ ഇസ് 100 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു വലിയ ബിഗ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 100 എന്ന് കൊടുക്കുമ്പോൾ ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ബീറ്റയുടെ വാല്യൂ ആൽഫയുടെ വാല്യൂ വളരെ ചെറുതായ കാരണം 1 ആയ കാരണം 1/1 മൈനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഹാവ് വെൻ ദ ട്രാൻസിസ്റ്റർ ഈസ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ബയാസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങൾക്ക് അറിയാം, പണ്ടത്തെയൊക്കെ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുമ്പം നമുക്കൊരു ഹമ്മിങ് സൗണ്ട് കേൾക്കുമായിരുന്നു അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ വോൾട്ടേജ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു മൂളൽ സൗണ്ട് മാത്രമേ എന്നും പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് നോയ്സ് പോലെ ഒരു മൂളൽ സൗണ്ട് കേൾക്കും. അത് നമ്മൾ സാച്ചുറേറ്റ് ആവുകയും കട്ട് ഓഫ് ആവുകയും ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്കൊരു മൂളൽ സൗണ്ട് കേൾക്കുന്നത്. അതായത് ഒരു ഡി സി നമുക്കറിയാം, ഒരു ഡി സി സിഗ്നൽ നമ്മളൊരു എന്തിനകത്താണ് നമ്മളൊരു സ്പീക്കറിനകത്തായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂളൽ സൗണ്ട് മാത്രമേ കേട്ടുകയുള്ളൂ. കാരണം അതിൻ്റെ ഡയഫ്രം എപ്പോഴും ഒരു ഹൈ ഇതിനകത്ത് നിൽക്കും. സോ ദർ വിൽ ബി എ ഹമ്മിങ് സൗണ്ട്. ആൻഡ് എപ്പോഴും ഒരു സൈനസോയിഡൽ അല്ലെങ്കിൽ ടൈം വേരിയിങ് സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമാണ് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് സൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, വട്ട് എവർ ദ സിഗ്നൽ അത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഒരു ടൈം വേരിയിങ് സിഗ്നലായിരിക്കണം. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിഗ്നൽ ഡി സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹമ്മിങ് സൗണ്ട് പോലത്തെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ആംപ്ലിഫയറിൻ്റെ ബയാസിങ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും, അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിലേക്ക് പോകും. അപ്പോൾ പ്രോപ്പറായിട്ട് ബയാസിങ് ചെയ്യാനായിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് കറക്റ്റായിട്ട് നിർത്തണം, കളക്ടർ ബേസ് ജംഗ്ഷനിൽ റിവേഴ്സ് ബയാസ് നിർത്തണം. ഓക്കെ, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ആംപ്ലിഫിക്കേഷൻ തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡി സി ലോഡ് ലൈനൊക്കെ വരയ്ക്കുന്നത്. ഡി സി ലോഡ് ലൈൻ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡി സി ലോഡ് ലൈൻ വരയ്ക്കാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ആ ലോഡ് ലൈൻ സെറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലായിരിക്കും നിർത്തുക, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലായിരിക്കും നിർത്തുക. അപ്പോൾ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിൽ നിർത്തുമ്പം ഞാനത് വരയ്ക്കാം. ജസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരയ്ക്കാം. സോ ദിസ് എമിറ്റർ ഈസ് grounded, that means common to both input and output. Here we can have a resistor. And here I am applying input. ഇനീഷ്യലി നമ്മളൊരു ബയാസിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിൽ നിർത്തണം. ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ, ബിക്കോസ് ദിസ് ഈസ് എ പി എൻ ജംഗ്ഷൻ. സോ ഇതെപ്പോഴും ഫോർവേഡ് ബയാസിൽ നിർത്താനാണ് മാത്രമാണ് ആക്റ്റീവ് റീജിയനിലാവുള്ളൂ. ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസിൽ നിർത്തണം. സോ കൺസിഡർ ദിസ് ഈസ് ആർ സി ആൻഡ് കൺസിഡർ ദിസ് ഈസ് എ സപ്ലൈ വോൾട്ടേജ്. And due to this positive supply, this is N region, this collector base junction should be in reverse bias. And what is this output? Output is taken across collector and emitter. This is my output. So the output voltage is taken across collector and emitter. Okay. And the collector current is taken as the output current and the base current is taken as the input current. Okay, so നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് വരുന്നത് അല്ലേ. ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇനീഷ്യലി നമുക്കറിയാം നമ്മുടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഡയോഡിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടുന്നത് അല്ലേ. നെഗറ്റീവ് വോൾട്ടേജ്, നെഗറ്റീവ് കറണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ലൈക്ക് സിമിലർ ആണ്, ബട്ട് ബിക്കോസ് ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. സോ ഇഫ് യു ഇൻക്രീസ് VCC, so this is collector to emitter voltage and this is the collector current. This is the output voltage versus output current. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കളക്ടറിന് എമിറ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്. ഇഫ് ദർ ഈസ് നോ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിൽ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് അല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഓൺലി ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ് അതിനകത്തേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. IC current is the reverse saturation current. Reverse saturation current മാത്രമാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു
വെന്നെവർ ഈ വോൾട്ടേജ് കൂട്ടി, ഇനീഷ്യലി ഞാൻ ഇതെന്ന് പറയുന്നത് IB 0 ആകുമ്പോഴാണ്. ഇഫ് IB ഈസ് 0, IB 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിൻ വോൾട്ടേജിനേക്കാളും താഴെയുള്ളൊരു വോൾട്ടേജിനാണ് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ കൊടുക്കുന്നതെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ, കാരണം ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡയോഡ് പോലെ തന്നെയാണ്. ഈ ജംഗ്ഷനിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ദിസ് ഇസ് ബേസ്, ദിസ് ഇസ് എമിറ്റർ, ഇതൊരു ജസ്റ്റ് ഒരു ഡയോഡ് പോലെയാണ്. ആ ഡയോഡിൽ കട്ടിൻ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ടൊരു വോൾട്ടേജ് ഫോർവേഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് IB ഇതിനകത്തേക്കൂടെ കറണ്ട് IB സ്റ്റാർട്ട് ഫ്ലോ ഫ്ലോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കറണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവുകയുള്ളൂ. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ IB whenever the IB is 0, IC is almost 0, ICയും ഓൾമോസ്റ്റ് 0 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ IB എന്ന് പറയുന്ന ഒരു ഫോർ എക്സാമ്പിൾ 10 മൈക്രോ ആംബിയറിലേക്ക് സെറ്റ് ചെയ്യുക. ഇത് ഫോർവേഡ് ബയാസാക്കി 10 മൈക്രോ ആംബിയറിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ ഇത് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BC വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ IC വേരിയേഷൻ? IC വേരിയേഷൻ വിൽ ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ സാധാരണ നമ്മൾ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുമ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ട് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇങ്ങനെയാവും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു. എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിലും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾസ്. ഇവിടെയും നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് തന്നെയാണ് ഈ സംഭവത്തിൽ നമ്മൾ നോക്കുന്നത്. കാരണം എന്താണ്, ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലാണ്. സോ റിവേഴ്സ് കറണ്ടാണ് IC എന്ന് പറയുന്നത്, റിവേഴ്സ് കറണ്ടാണ് IC എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ IB കൂടിക്കഴിഞ്ഞ് എന്താണ് അതിൻ്റെ അർത്ഥം? കൂടുതൽ കാരിയേഴ്സ് ബേസിലേക്ക് എത്തി. പക്ഷേ ബേസിൻ്റെ റീജിയൻ വളരെ സ്മോളായ കാരണം അത്രയും കാരിയേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ സ്ഥലമില്ലാത്ത കാരണം കൂടുതലും കളക്ടർ റീജിയനിലേക്ക് പോകും. അപ്പോൾ ബേസിലെ ഇലക്ട്രോൺസ് കൂടുതൽ എമിറ്ററിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബേസിനെ സംബന്ധിച്ചിടത്തോളം അത് മൈനോറിറ്റി കാരിയേഴ്സാണ്. ബേസിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളാണ്, ബട്ട് മൈനോറിറ്റി കാരിയേഴ്സ് കൂടുതൽ വന്നു. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ മൂലം കൂട്ടുന്നത് പോലെയാണ്, നമ്മൾ ഡയോഡിൽ ടെമ്പറേച്ചർ മൂലം കൂട്ടുന്നത് പോലെ തന്നെ കൂടുതൽ ഇലക്ട്രോൺസിനെ ബേസ് റീജിയനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തു. ആ ബേസ് റീജിയനിലുള്ള ഇലക്ട്രോൺസ് മൂലമാണ് കറണ്ട് കൂടുന്നത്. സോ whenever this IB is in 10 microampere, its IC performance will be like this. whenever പിന്നെയും ഞാൻ ഇതിൻ്റെ ഫോർവേഡ് ബയാസ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be like this. when IB is 20 microampere, this performance like this. when IB is again increases fixed to 30 microampere, it will be like this, and 40 ampere it will be like this. സോ നമുക്ക് ഈ പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് the output current IC will independent of VCE is depend only on this IB. ഇൻപുട്ട് കറണ്ടിനെ മാത്രമാണ് ഔട്ട്പുട്ട് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഞാൻ എത്ര വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCEയിലാണ്, VCEയിൽ എത്ര വേരിയേഷൻ വരുത്താനായിട്ട് ഡെലിബറേറ്റ്ലി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും ICയിൽ വേരിയേഷൻ വരില്ല. IC വിൽ ബി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദി IBനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് ബീറ്റ ടൈംസ് IB ആയിരിക്കും ആൻഡ് IC എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ IC ഈ ബീറ്റയുടെ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 ആണെങ്കിൽ ഇഫ് ബീറ്റ ഈസ് 100, initially this is 10 microampere, 10 into 100 is equal to 1 milliampere. The IC will be 1 milliampere. Here the IC will be 2 milliampere. Here IC will be 3 milliampere. It's like this. Okay, so hope this is clear. അപ്പോൾ IB വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് IC വേരി ചെയ്യും. IC വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വി വിൽ ഗെറ്റ് ദ വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ആ സിമിലർ വേരിയേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു ബയാസിങ് വെച്ചതിന് ശേഷം ഇവിടെ ഒരു വി ഇൻ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബി ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഞാൻ ഇൻപുട്ടിനകത്ത് ഇനി അഗെയിൻ ഒരു സൈനസോയിഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇനീഷ്യലി ഒരു ഐ ബി ഉണ്ടാവും. ഈ ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് ഒരു ഐ ബി വേരിയേഷൻ ഉണ്ടാവും. ആ ഐ ബി വേരിയേഷൻ അനുസരിച്ച് ഐ സിക്ക് ബീറ്റ ടൈംസ് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഐ സി സിക്ക് ബീറ്റ ഐ ബി ആയ കാരണം ഐ ബിക്ക് ഒരു വേരിയേഷൻ ഉണ്ടാകുന്നതിൻ്റെ ബീറ്റ ടൈംസ് ഐ സിയിൽ വേരിയേഷൻ ഉണ്ടാവും. ഈ ഐ സിയിൽ ഒരു ബീറ്റ ടൈംസ് വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് വേരീസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. ഓക്കെ, സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡി സി ലോഡ് ലൈനിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇൻപുട്ട് ഒരു ഫോർവേഡ് ബയാസിൽ വെച്ചിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഐ ബി മെയിൻറ്റെയിൻ ചെയ്യും 20 മൈക്രോ ആംപിയർ. ഫോർ എക്സാമ്പിൾ നമ്മൾ 20 മൈക്രോ ആംപിയർ നമ്മളിത് ചെയ്തു എന്ന് വിചാരിക്കുക. 20 മൈക്രോ ആംപിയറാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഐ ബിക്ക് ഒരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു വേരിയേഷൻ ഉണ്ടായി ഐ ബിക്ക് വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊപ്പോർഷണലായിട്ട് ഐ സിക്കും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ബീറ്റ ടൈംസ് ഐ സിക്ക് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻ എന്തോരമാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്കറിയാം വി സി സി ആണ് ഇവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്. വി സി സി ഈസ് നത്തിങ് ബട്ട് ഐ സി ആർ സി പ്ലസ് വി സി ഇ ആണ് അല്ലേ. ഇവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി സി സി ആണ്. ഇവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി സി സി ആണ്. അതെവിടെയൊക്കെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഐ സി ഈ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ ടേക്ക് ദിസ് ബ്രാഞ്ച്. ഇഫ് ഐ ടേക്ക് ദിസ് ബ്രാഞ്ച് വി സി സി ഈസ് നത്തിങ് ബട്ട് ഐ സി ആർ സി പ്ലസ് വി സി ഇ. ഇതാണ് വി സി ഇ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും വി സി സിക്ക്. സോ വി ക്യാൻ സേ ലൈക്ക് വി സി സി ഈസ് നത്തിങ് ബട്ട് ഐ സി ആർ സി പ്ലസ് വി സി ഇ. ഐ സി ആർ സി പ്ലസ് വി സി ഇ ആണ് വി സി സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ലോഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് എത്രയാണ്, ഈ ഐ സിയുടെ മാക്സിമം പോയിൻ്റ് എത്രയാണ്, ആ പോയിൻറ്റുകൾ തമ്മിലാണ് നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് ലെറ്റ് ഇതാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് ഇതാണെന്ന് വിചാരിക്കുക. ഇത് തമ്മിലുള്ള ഇൻ്റർ കണക്ഷനാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെ മാക്സിമം വാല്യൂസ് എങ്ങനെ കിട്ടും? ഐ സിയുടെ മാക്സിമം വാല്യൂ ഇക്വേഷനിൽ നിന്ന് വാട്ട് ഈസ് ഐ സി മാക്സ്? ഐ സി മാക്സ് ഈസ് നത്തിങ് ബട്ട് മാക്സിമം വാല്യൂ ആണ് ഐ സി എന്ന് പറയുന്നത്, സാച്ചുറേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഐ സി സാച്ചുറേഷൻ ആവുന്നത് എപ്പോഴാണ്? ഐ സി സാച്ചുറേഷൻ വെൻ വി സി ഈസ് 0 ആകുമ്പോൾ, വെൻ വി സി ഈസ് 0, ബിക്കോസ് വി സി സി കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, സപ്ലൈ വോൾട്ടേജ് കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. അതിനകത്ത് വേരിയബിളായിട്ട് വരുന്നത് ഐ സിയും വി സിയും മാത്രമാണ് വേരിയബിളായിട്ട് വരുന്നുള്ളൂ. ആർ സിയും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, here we can say that VCC and RC are constant. VCC and RC are constant. And when VC is equal to 0, IC is equal to IC max. So IC saturation is nothing but VCC divided by RC. VCC divided by RC ആണ് IC saturation. So what is VCC divided? This point we can be says that VCC divided by RC. Okay, and what is this point? VC max. What is VC max? VC max ആവുമ്പോൾ IC will be 0 ആയിരിക്കണം. കാരണം VC മാക്സിമം ആണെങ്കിൽ ഈ ടൈം ഏറ്റവും മിനിമം ആയിരിക്കണം. ഈ ടൈം 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈം മിനിമം ആവുള്ളൂ. സോ IC 0 ആണെങ്കിൽ we will get, so the VC max is nothing but, so that is VCC. So this point is nothing but this VCC point is, VC max is nothing but VCC point. അപ്പോൾ ഈ VCC divided by RC പോയിന്റ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. Okay, this is the load line for amplifier. Okay, അപ്പോൾ ഞാൻ ഇനീഷ്യലി ഞാൻ എൻ്റെ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ഐ ബി എപ്പോഴും ഫോർവേഡ് ഈ
എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇപ്പോൾ ഫോർവേഡ് ബയാസ് ആയിരിക്കണം. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഐ ബി ഉണ്ടാവും. ആ ഐ ബി എപ്പോൾ ഈ ഡി സി ലോഡ് ലൈനിൻ്റെ ക്യൂ പോയിന്റ് സെൻറ്റർ ആക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ബയാസ് ചെയ്യുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ ബി ഈസ് ഇൻ എക്സാക്ട്ലി ഇൻ ദ സെൻറ്റർ ഓഫ് ദിസ് ലോഡ് ലൈൻ. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കണം. എന്തുകൊണ്ടാണ് സെൻറ്ററിലായിരിക്കണം എന്ന് പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി വേരി ചെയ്യുമ്പോൾ ഐ ബി വേരി ചെയ്യും. ഐ ബി വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ ഒരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സൈനസോയിഡൽ സിഗ്നൽ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഐ ബി ഇൻക്രീസ് ചെയ്യും. ഐ ബി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഗോസ് അപ്പ് ലൈക്ക് ദിസ്. ആൻഡ് ഐ ബി ഇനി ഞാൻ ഐ ബി നെഗറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നതെങ്കിൽ ഐ ബി ഡിക്രീസ് ചെയ്യും. ഐ ബി ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഐ സിയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ശരിക്കും ഈ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന ഈ ലൈനിലായിരിക്കും. അപ്പം ഐ ബി ഇൻക്രീസ് ചെയ്യുമ്പം വാട്ട് വി ഗെറ്റ്, ഐ ബി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ സി വിൽ ബി ഇൻക്രീസ് ലൈക്ക് ദിസ് ആൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഗോസ് ലൈക്ക് ദിസ്. ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലോഡ് ലൈൻ കിട്ടുക. ഓക്കെ, ലോഡ് ലൈനിനനുസരിച്ച് വേരിയേഷൻ കിട്ടുക. അപ്പം ബീറ്റ ടൈംസ് വേരിയേഷൻ ഐ സിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആംപ്ലിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഈ ലോഡ് ലൈനിലൂടെ ആയിരിക്കും ഇത് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ ഈ ലോഡ് ലൈൻ എന്ന് പറയുന്ന ഐ ബിയുടെ വാല്യൂ വളരെ കൂടുതലാക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഒക്കെ കൂട്ടിക്കൊടുത്ത് ഐ ബിയുടെ വാല്യൂ വളരെ കൂടുതലാക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഇത് സാച്ചുറേഷനിലേക്ക് പോകും. ഐ സി സാച്ചുറേഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് സൈക്കിളിൽ നമുക്ക് ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടും. ഇനി അതുപോലെ തന്നെ ഐ ബിയുടെ വാല്യൂ വളരെ സ്മോൾ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇനീഷ്യലി ഐ ബിയുടെ വാല്യൂ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ സ്മോളാക്കി വെക്കുക എന്ന് പറയുന്നത് ഈ ബയാസിങ് ഡി സി ബയാസിങ് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഈ ഡി സി ബയാസിങ് വെച്ചിട്ട് ഏറ്റവും സ്മോൾ ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ എനിക്ക് മാക്സിമം സ്വിങ് കിട്ടും. ബട്ട് നെഗറ്റീവ് സൈക്കിളിൽ ഇവിടെ ഐ ബിയുടെ വാല്യൂ സീറോയിലേക്കും താഴെ പോവും. അപ്പോൾ അങ്ങനെ സീറോയിലേക്കും താഴെ പോയി കഴിഞ്ഞാൽ കട്ടിൻ വോൾട്ടേജിനും താഴെ പോവും. അപ്പോൾ കട്ടിൻ വോൾട്ടേജിനും താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിഗ്നലൊന്നും ഐ സി എന്ന് പറയുന്നത് സീറോയിലും താഴെ പോവും. ഓക്കെ, സോ അപ്പം നമ്മൾ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോഡ് ലൈൻ എന്ന് പറയുന്നത് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെൻറ്റർ, ഈ ലോഡ് ലൈനിൻ്റെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്വിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതായത് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളിലും സ്വിങ് കിട്ടും. അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് വേർഡ്സിൽ എഴുതാം. ഈ ഐ ബി ഈസ് സെറ്റ് ആസ് എ സ്മോൾ വാല്യൂ ആയിട്ട് ഐ ബി ബയാസിങ്ങിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും. ഇപ്പം നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സിഗ്നലാണ്, സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ ഐ സി വാല്യൂ, ദിസ് ഇസ് ഐ ബി ഐ സി വാല്യൂ കട്ടായി പോകും. എന്തുകൊണ്ടാണ് കട്ടായി പോകുന്നത് നമുക്കറിയാൻ പറ്റും. ഇവിടെ ആയി കഴിയുമ്പോൾ ഐ ബിയുടെ വാല്യൂ സീറോയിനേക്കാളും താഴെ ആയിപ്പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കട്ട്. ഓക്കെ, ഇത് ഞാൻ വരച്ചിരിക്കുന്നത് ആംപ്ലിഫിക്കേഷൻ വരച്ചിരിക്കുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ്. എന്തുകൊണ്ടാണ് 180 ഡിഗ്രി ഞാൻ ഫേസ് ഷിഫ്റ്റിൽ വരച്ചിരിക്കുന്നത്? നമുക്കറിയാം വി സി സി ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ്, ദിസ് ഇസ് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം. കാരണം നമ്മളിവിടെ നോക്കിയാൽ വി സി സി ഐ സി ആർ സി പ്ലസ് വി സി ഇ ആണ്. വി സി ഇ ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ആർ ടേക്കൺ. സോ വി സി ഇ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഇക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ വി നോ ദാറ്റ് ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. Okay, so if IB increases, IC is also increases. Okay, if IC increases, what will happen? VC is decreases. Output voltage, this is output voltage. VC is output voltage, is VC. From this equation, why it is like that? VCC and RC is constant. VCC and RC constant ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
if IB increase ചെയ്യുക, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് will also increases. Input voltage increases, IB is increases. IB increase ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ടൈംസ് IB ആണ് IC എന്ന് പറയുന്നത്. IC is also increases. IC increase ചെയ്ത് കഴിഞ്ഞാൽ VCE decrease ചെയ്യും. So we can say that there will be, അപ്പം ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഒരു വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് സൈക്കിളായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്താണ് ഗ്രാഫിൽ ഏതാ ഇതാണോ? ഇതെന്ന് പറയുന്നത് നമ്മൾ വി സി വേരി ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള നമ്മൾ IC ആണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. VC എന്തോരം വേരി ചെയ്ത് കഴിഞ്ഞാലും IC വേരി ചെയ്യില്ല. ഞാൻ പറയുന്നത് ഇൻപുട്ടിനനുസരിച്ചല്ല. ഞാൻ ഇൻപുട്ട് ഇവിടുത്തെ വാല്യൂ കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഞാൻ VC ഇൻക്രീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ IC ഇൻക്രീസ് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇൻപുട്ടിൽ നമ്മൾ വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാകും. കാരണം എന്താണ്, IB = 0 മൈക്രോ ആംപിയർ ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IC ഉണ്ടാവും. IB 10 മൈക്രോ ആംപിയർ ആണെങ്കിൽ നമുക്ക് ബീറ്റ ടൈംസ് IB ആണ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് മില്ലി ആംപിയർ വേരിയേഷനിൽ IC ഉണ്ടാവും. അതായത് ഇവിടെ ഇൻപുട്ടിലൊരു വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന IC വേരിയേഷനാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അല്ലാണ്ട് VC ഡെലിബറേറ്റ്ലി ഞാനിപ്പോൾ പറയുന്നത് എന്താണ്, ഈ പോയിൻ്റോടെ പറഞ്ഞിട്ട് ചോദിച്ചോളൂ. ഞാനിപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇൻപുട്ട് സൈഡ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ VC ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ചെയ്യുകയാണ്. VC ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് IC കൂടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. IC എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ VC ഡെലിബറേറ്റ്ലി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും IC കൂടില്ല, IC കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം എന്താണ്, അത് റിവേഴ്സ് ബയാസിലാണ്. ഇത് റിവേഴ്സ് ബയാസിലായ കാരണം ഈ IC കൂടില്ല. ഇപ്പം ഞാൻ ഈ VCE കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേരിയേഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. VCE കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ കളക്ടർ ബേസ് ജംഗ്ഷനിൽ റിവേഴ്സ് ബയാസാണ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കളക്ടർ ബേസ് ജംഗ്ഷനിൽ റിവേഴ്സ് ബയാസ് എന്തോരം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കളക്ടർ കറണ്ട് കൂടില്ല. കാരണം എന്താണ്, അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ അതിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? അല്ല, ഈ ലോഡ് ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത് ഇൻപുട്ടിൽ ഇത് വെച്ചിട്ടാണ്. ഇൻപുട്ടിൽ IB വേരിയേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇൻപുട്ടിൽ IB വേരി ചെയ്യുമ്പോൾ, ഇൻപുട്ട് കറണ്ട് വേരി ചെയ്യുമ്പോൾ എന്തോരമാണ് ICക്ക് വേരിയേഷൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സ്റ്റിൽ ഒരു ഡൗട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോയിന്റുകൾ ഇതിൻ്റെ മാക്സിമം പോയിന്റുകളാണ്. മാക്സിമം പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ സപ്ലൈ കൊടുത്തിരിക്കുന്ന പോയിന്റിൽ നിന്നാണ് എനിക്ക് മാക്സിമം വോൾട്ടേജും കറണ്ടും കിട്ടുകയുള്ളൂ. ആ മാക്സിമം വാല്യൂസാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൂടുതലൊരു വാല്യൂ എനിക്ക് ഈ ഔട്ട്പുട്ടിൽ കിട്ടാനില്ല. അത് രണ്ടും രേഖപ്പെടുത്താനാണ് ഞാൻ ഈ 2 പോയിന്റുകൾ എടുത്തിരിക്കുന്നത്. ദെൻ ഞാൻ ബാക്കി വരയ്ക്കുന്നതൊക്കെ ഈ IBക്ക് അനുസരിച്ച് ICക്ക് എങ്ങനെ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ലോഡ് ലൈൻ കൊണ്ട് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ 2 പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ്. മാക്സിമം കറണ്ടും മാക്സിമം വോൾട്ടേജ് ഇതിൽ നിന്ന് കിട്ടുന്ന, ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 പോയിന്റുകൾ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് വേണ്ടത്, എനിക്ക് വേണ്ടത് IC മാക്സിമം കിട്ടി, VCയും മാക്സിമം കിട്ടി, അത്രയും കിട്ടി. ആ രണ്ട് ലൈനാണ് എനിക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത്, ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇനി എൻ്റെ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ വേരിയേഷനാണ് ഈ ലോഡ് ലൈനിൽ കളിച്ചിരിക്കുന്നത്. ഈ ലോഡ് ലൈനിൽ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുകയാണെങ്കിൽ മാക്സിമം IC കിട്ടാൻ പോകുന്നത് ഇവിടം വരെയാണ്. ഏറ്റവും മാക്സിമം വോൾട്ടേജ് കിട്ടാൻ പോകുന്നത് ഇതുവരെയാണ് വോൾട്ടേജ് കിട്ടാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഡൗട്ട് ക്ലിയർ ആയോ?
ഐ സി ചേഞ്ച് ചെയ്യുമ്പോൾ വി സിയുടെ ഇല്ല, ഞാൻ പറയുന്നല്ലോ വി സി എന്തോരം വേരി ചെയ്ത് കഴിഞ്ഞാലും ഈ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വി സി എന്തോരം വേരി ചെയ്ത് കഴിഞ്ഞാൽ ഐ സി കൂടില്ല. അതാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക്. ഈ ഇങ്ങനെയൊരു വര വരച്ച് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തോരം വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ ഡെലിബറേറ്റ്ലി ഇവിടെ എന്തോരം കൂട്ടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ബയാസിലാണ്. റിവേഴ്സ് ബയാസിലായ കാരണം ഓൺലി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ കൂടുകയുള്ളൂ. പ്രൊവൈഡഡ് ഞാനിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഐ ബി ആണ് വെക്കുന്നതെങ്കിൽ ഈ ഐ ബി വേരി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഐ സിക്ക് വേരിയേഷൻ ബീറ്റ ടൈംസ് വേരിയേഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വേരിയേഷൻ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു വേരിയേഷൻ ഉണ്ടാവുകയുള്ളൂ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കളക്ടർ ടു എമിറ്ററിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകും. അത് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്? വി സി സി ടു ഐ സി ആർ സി പ്ലസ് വി സി എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? വി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസിക്കൽ വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. വെൻ ഐ സി ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ഐ സി ചേഞ്ച് ചെയ്യുന്നത് ഓൺലി ഐ ബി ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. ഐ ബി ചേഞ്ച് ചെയ്യുമ്പോൾ ബീറ്റ ടൈംസിനാണ് ഐ സിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് വോൾട്ടേജും വേരി ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയോ? അല്ല, രണ്ട് സെയിം അല്ല. രണ്ട് സെയിം ആവുന്നത് എങ്ങനെയാണ്? ഐ സി ചേഞ്ച് ചെയ്യുമ്പോൾ അല്ല, ഐ സി 1 ആംപിയറും 2 ആംപിയർ ഇല്ല, ഐ സി 1 ആംപിയറും 2 ആംപിയറും ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്നതല്ല അത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി വേരി ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അത് വേരി ചെയ്ത് പോകുന്നതാണ്. 1 ആംപിയറും 2 ആംപിയറും 3 ആംപിയറും. അല്ലല്ല, കാരണം ഐ സി എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആയിട്ട് നമ്മൾ ഇനീഷ്യലി ഞാൻ ഈ സപ്ലൈ വോൾട്ടേജ് കൊടുത്തേക്കുന്ന കാരണം ഈ ഐ ബിയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐ സി കിട്ടും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഐ ബി ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഒരു വി സി സി കൊടുത്തു. അത് എത്ര കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഇപ്പോൾ വി സി സി എത്ര കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ പോവുള്ളൂ. കാരണം എന്താ? ഇത് റിവേഴ്സ് ബയാസിലാണ്. ഓക്കെ, റിവേഴ്സ് ബയാസിലാവുമ്പോൾ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ്. വെൻ ഐ ബി 0 ആകുമ്പോൾ ദിസ് ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. വളരെ സ്മോൾ ആയിട്ടൊരു കറണ്ട് മാത്രമാണ് ഐ സിയിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഞാൻ ഐ ബി എപ്പോൾ കൂട്ടി കൊടുക്കുന്നു അപ്പം മാത്രമാണ് ഐ ബി ഇപ്പോൾ 20 മൈക്രോ ആംപിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇത്രയാകും. കാരണം എന്താണ്? ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലായ കാരണം ഓൺലി റിവേഴ്സ് കറണ്ട് മാത്രമാണ് പോവുള്ളൂ. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ടാണ് റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത്. അത് ഡെലിബറേറ്റ്ലി കൊടുക്കുന്നത് നമ്മൾ ഇൻപുട്ട് കറണ്ട് കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ കൂടുതൽ മൈനോറിറ്റി ക്യാരിയേഴ്സിനെ ബേസ് റീജിയനിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്, ഡെലിബറേറ്റ്ലി കൂട്ടുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ക്ലാസ് ഒന്നോടെ കാണണം. എങ്ങനെയാണ് ഞാൻ ഒരു 100 ഇലക്ട്രോൺസ് അങ്ങോട്ട് പോവും, 3 ഇലക്ട്രോൺസ് ബേസ് റീജിയനിലേക്ക് പോവും. ആ കാര്യം കൂടി ഒന്നോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇത് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ 1 by 1 സ്റ്റെപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്.